പേയ്മെന്റ് സീറ്റ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നാട്ടിക എംഎൽഎയും സിപിഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗവുമായ സി മുകുന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് പുറത്താക്കിയത്. സിപിഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി തന്നെയാണ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മുകുന്ദൻ നിരന്തരമായി പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നാണ് ആരോപണം. അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി പലതവണ പാർട്ടി നടപടി സ്വീകരിച്ചു. തിരുത്തൽ വരുത്താൻ പാർട്ടി തന്നെ ശ്രമിച്ചതാണ്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ സമ്മേളനകാലത്ത് ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു മുകുന്ദനെന്നും കുറിപ്പിൽ പറയുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം വന്നതിന് ശേഷവും പാർട്ടിക്കെതിരെ ഗുരുതരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണ് സി മുകുന്ദൻ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. കൂടാതെ കോൺഗ്രസ് നേതൃത്വവുമായി അങ്ങോട്ട് ബന്ധപ്പെട്ട് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന പരസ്യ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള അച്ചടക്ക നടപടി എന്ന നിലയിൽ സി മുകുന്ദനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണെന്നും നടപടി പാർട്ടിയുടെ തൃശൂർ ജില്ലാ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടിയാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം ഉണ്ടാക്കിയ കോലാഹലങ്ങൾക്ക് പിന്നാലെയാണ് CPI മുകുന്ദനെ പുറത്താക്കിയത്. മുൻ MLA ആയ ഗീതാ ഗോപിയാണ് നാട്ടികയിൽ ഇത്തവണ CPIയുടെ സ്ഥാനാർത്ഥി. സാമ്പത്തിക സ്വാധീനമാണ് ഗീതാ ഗോപിക്ക് സീറ്റ് നൽകിയതെന്ന് പാർട്ടിക്ക് പണം പിരിച്ചു നൽകാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് തന്നെ തടഞ്ഞതെന്നും സി മുകുന്ദൻ ആരോപിച്ചിരുന്നു. നാട്ടികയിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് ചില നിർദ്ദേശങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ചില കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മുകുന്ദൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും താനായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകില്ലെന്നും മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു. പേയ്മെന്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് തന്റെ നിലപാട്. ആർക്കെല്ലാം പണം കിട്ടിയെന്നത് സമയമാകുമ്പോൾ പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.